നിനക്കൊരു കാര്യം അറിയോ? അഞ്ജലി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിനക്കറിയോ എത്ര കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടേതെന്ന്? പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം പറഞ്ഞ പോരാ, ഞങ്ങളുടെ പാരന്റ്സും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്, ഞങ്ങളുടെ സ്കൂൾ ലൈഫ് എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ട്രിപ്പ് തൊട്ട് ഫാമിലി ഔട്ടിങ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം പ്ലേ സ്കൂൾ തൊട്ടേ അറിയാം. സ്കൂളിൽ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുമല്ലോ, ക്വിസ് കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷൻ, മ്യൂസിക് കോമ്പറ്റീഷൻ, അങ്ങനെ എന്ത് കോമ്പറ്റീഷൻ ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചേ പങ്കെടുക്കാറുള്ളൂ. ഈവൻ ഒന്ന് ഷോപ്പിങ്ങിന് പോവാണെങ്കിലും അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ പോവാണെങ്കിലും ഇതുവരെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാ പോവാറ്. ഒരു ഡേ 24 hours ഉണ്ടാവുമല്ലോ, ആ 24 hours രാത്രി കിടന്നുറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ ടൈമിലും അവൻ എന്റെ കൂടെ ഉണ്ടാവും. അത്രത്തോളം അറ്റാച്ച്ഡാ ഞങ്ങള്, അത്രത്തോളം പരസ്പരം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തിനേറെ പറയുന്നു, ഷൂലേസ് തൊട്ട് പള്ളി കേട്ടാൻ വരെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. ഇത്രയും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള അഞ്ജലിയുണ്ട്. ഞാൻ എങ്ങനെ എന്റെ മനസ്സിലുള്ള ഫീലിങ്സ് അറിയാതിരിക്കുക? എനിക്ക് തോന്നുന്നത് എനിക്ക് രാഹുലിനോടുള്ള സെയിം ഫീലിങ്സ് രാഹുലിന് എന്നോട് ഉണ്ടാവുന്ന. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, എല്ലാം അഞ്ജലിനോട് തുറന്നു പറയാൻ പോവാ. എന്തായാലും ഇത് കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അഞ്ജലി അവൻ എന്റെ ഫീലിങ്സിനെ മനസ്സിലാക്കും. അവക്കെ അത് മനസ്സിലാക്കാൻ കഴിയും. അവൻ എപ്പോഴും എന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കിയതും ഒരുപക്ഷെ അവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും എന്റെ മനസ്സിലുള്ള ഫീലിങ്സ് അത് ഞാൻ അവനോട് തുറന്നു പറയാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ രാഹുലിനോട് പറയാൻ പോവാ, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, എന്റെ ഫസ്റ്റ് ലവ്, എന്റെ ആദ്യ പ്രണയം, അത് അവനാണെന്ന് എനിക്കത് അവനോട് തുറന്നു പറയണം. അവനെന്തായാലും അത് മനസ്സിലാവും, എനിക്ക് ഉറപ്പാ. ഒരുപാട് നേരം വന്നിട്ട്? ഇല്ല രാഹുൽ, ഞാൻ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ കാര്യം കുഴപ്പമില്ല എന്ന് പിന്നെ നീ തന്നെ ആദ്യം പറ. ഇറ്റ്സ് ഓക്കെ രാഹുൽ, നീ തന്നെ ആദ്യം പറ. അത് പിന്നെ എനിക്ക് എന്താ പറയാനെന്ന് വെച്ചാൽ, അത് പിന്നെ ഐ തിങ്ക് അത് കേൾക്കാനായിട്ട് ഞാൻ എത്ര കാലമായിട്ട് വെയിറ്റ് ചെയ്യുമെന്നറിയോ? പ്ലീസ്, നിന്റെ വായിൽ നിന്ന് എന്റെ പേര് കേൾക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. വേഗം പറ രാഹുൽ, ഞാൻ എന്ത് പറ? അഞ്ജലി, നീ ഒരുമാതിരി പൊട്ടം കളിക്കല്ലേ? നിനക്കെന്താ ടീമിനെ അറിയില്ലേ? അഞ്ജലി നമ്മുടെ ക്ലാസ് പഠിക്കുന്ന ടീമ, ആ MLA മോള്. ഇപ്പൊ മനസ്സിലായോ? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലാതായോ? നിനക്ക് ആ ടീമിനല്ലാതെ വേറെ ആരും കിട്ടിയിട്ടില്ലേ? അവളുടെ അച്ഛൻ വലിയ കൊമ്പത്തെ MLA ആയതുകൊണ്ട് അതിന്റെ അഹങ്കാരം വെച്ച് നടക്കുന്നവളവള്. നമ്മളോടൊക്കെ ഒന്നും അധികം സംസാരിക്കാറ് കൂടിയില്ലല്ലോ അവള്. എന്നിട്ട് നിനക്ക് അവിടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഗേൾസ് ഒന്നും നിന്റെ കണ്ണില് പെട്ടില്ലേ? അഞ്ജലി, നീ ഇങ്ങനെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യല്ലേ? ടീന, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മുടെ ക്യാമ്പസ് ക്വീനാണ് അവള്. പിന്നെ നമ്മുടെ ക്യാമ്പസിലെ പകുതി 30 വയസ്സ് അവളുടെ വരിക. പക്ഷെ അവൾ ആരും അത് തിരിഞ്ഞു പോലും നോക്കാറില്ല. ഷീ ഈസ് റിയലി ഗുഡ് ഗേൾ. പിന്നെ സംസാരിക്കാത്തത്, നമ്മളധികം സംസാരിക്കാറൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും.
പിന്നെ അവളിച്ചിരി ഇൻട്രോവേർട്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവളോടൊപ്പം സംസാരിക്കാത്തത് അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എംഎൽഎയുടെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കൺസിഡറേഷൻ അവർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്, അത്രയാണ്. പിന്നെ എന്റെ ഗേൾഫ്രണ്ട് ആയി കഴിഞ്ഞാൽ അവൾ തന്നെ മാറിക്കോളും. മാറിയില്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനേ. പിന്നെ എന്തിനായിരുന്നു എന്റെ കൂടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നീ കാണില്ല അഞ്ജലി. ആരില്ലെങ്കിലും നീ എന്റെ കൂടെ നിന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തൊക്കെയാണെങ്കിലും എന്റെ ഗേൾഫ്രണ്ടും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നീയും നീ എപ്പോഴും നല്ല ഫ്രണ്ട്സ് എന്നായിരിക്കണം. അതെനിക്ക് നിർബന്ധം. വാട്ട്, ഗേൾഫ്രണ്ടോ? അപ്പോഴേക്കും ഗേൾഫ്രണ്ടും ആയോ? അഞ്ജലി നീ പറയുന്നത് ഞാൻ പ്രപ്പോസ് ചെയ്തല്ലോ, പറയല്ലോ. അപ്പൊ പിന്നെ അവന്റെ ഗേൾഫ്രണ്ടും ഞാൻ അവളുടെ ബോയ്ഫ്രണ്ടും ആണല്ലേ? അവന്റെ ഒരു ഒടുക്കത്തിലെ ഗേൾഫ്രണ്ട്. എനിക്കറിയാം, നീയോട് പറയാ ചിലപ്പോ എനിക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നു. അഞ്ജലി നീ ഹാപ്പിയല്ലേ? പിന്നെ ഹാപ്പിയാണ്, ഒരുപാട് ഒരുപാട് ഹാപ്പിയാ. അത് കേട്ടും മതി എനിക്ക്. അല്ല അഞ്ജലി, നീ വേറെന്തോ പറയാൻ വന്നിരുന്നല്ലോ, അതെന്താ? ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ, ഒരുപാട് നേരം വൈകിപ്പോയി. അഞ്ജലി നീ ഇത് എന്താ ആലോചിച്ചോണ്ട് നിൽക്കുക? പറ, എന്താ പറയാൻ വന്നേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല രാഹുൽ. എന്റെ അമ്മ കുറച്ച് പായസം നിനക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കി എന്റെ കൈ തന്നു വിട്ടിട്ടുണ്ട്. അത് തരുന്ന കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. വാവ്, ആന്റി എനിക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയെന്നോ? എന്തായാലും നന്നായി. ഞാനിത് ടീനയുമായി ഷെയർ ചെയ്യും. എന്തായാലും ആന്റി നല്ല കുക്കായതുകൊണ്ട് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത് ഉറപ്പാ. ടീനയ്ക്ക് കൊടുക്കുമ്പോൾ ടീനയ്ക്ക് ഇഷ്ടമാവും. നീ കേട്ടിട്ടില്ലേ, ഒരാളുടെ മനസ്സിലേക്കുള്ള വഴി തുറക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ്. അപ്പൊ ഈ പായസം വഴി ടീനയുടെ മനസ്സിലേക്ക് എനിക്ക് ഈസിയായിട്ട് കയറിപ്പറ്റാം. എന്നാ ചെല്ലടാ, നീ ചെല്ല്. നീ കൊണ്ടുപോയി നിന്റെ ടീനയ്ക്ക് കൊണ്ട് കൊടുക്കിയ പായസം. അതിനാണല്ലോ എന്റെ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. മനസ്സിലേ, എന്തായാലും ഈ പായസം ഞാൻ കളയാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മുടെ ടീനയായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാനല്ലേ പോകുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും വേഗം ടീനയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്തിനാ ഇപ്പൊ ഞാൻ വന്നത്? എല്ലാം അവസാനിച്ചു, എല്ലാം എല്ലാം ഇതുകൊണ്ട് കൂടി തീർന്നു. എന്റെ ഭാഗത്ത മിസ്റ്റേക്ക്. ഇത്രയും കാലം മനസ്സിലിട്ടുകൊണ്ട് നടന്നതല്ലേ. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് അവനോട് തുറന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോ അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. എനിക്ക് വയ്യ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അവന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. ഞാൻ ആർക്കും ഒരു ശല്യമായി പോകുന്നില്ല. എന്റെ ഒരു വിധി. ആരാണിത് ചെവിതല വരാതെ ഇങ്ങനെ ബെല്ലടിച്ചോണ്ടിരിക്കുന്നത്? അടിച്ചു പൊട്ടിക്കേണ്ട, അതാ വരുന്നു. എന്തോന്നാണ് ഒരു ഡോറ് തുറക്കാൻ എത്ര നേരം വേണം? ഓ, നീയായിരുന്നു. പിന്നെ ബെല്ലടിക്കുമ്പോഴത്തേക്ക് വാതിൽ തുറക്കാൻ ഞാൻ കുട്ടീനെ വന്ന ബോധമൊന്നുമല്ല. സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് തുറക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അല്ല, നീ എന്താ ഒന്നും പറയാതെ ഇത്ര രാവിലെ തന്നെ ഇങ്ങോട്ട്? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അതോ ഇനി വരണമെങ്കിൽ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ? അയ്യോ എന്റെ പൊന്നേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. സാധാരണ നീ വരുമ്പോ ഞാൻ വരുന്നുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഇന്നങ്ങനെ പറയാതെ, അതും പതിവിലും നേരത്തെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ചോദിച്ചു പോയതാ. അതുമാത്രമല്ല, ഈ വരവത്ര പന്ത് എണ്ണല്ല മോനെ. എന്റെ മുഖത്തെന്തോ കള്ളലക്ഷണമുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് കാര്യം എന്താന്ന് വെച്ചാ പറ. നിനക്ക് എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതെന്താന്നും കൂടി അറിഞ്ഞാൽ മതി. ഒക്കെ മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കള്ളി. ഇതാണ് എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടം. എന്റെ മനസ്സ് വായിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. നിന്നെ കഴിഞ്ഞിട്ട് എന്നല്ല, നിനക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എന്റെ മുഖം കണ്ടിട്ട്
എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ, സങ്കടമുണ്ടോ, സന്തോഷമുണ്ടോ, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അതെൻ്റെ ഈ പൊന്നുമോക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ചക്കര വാവ. അയ്യോ മതി മതി, അത്തേക്ക് അങ്ങോട്ട് പതപ്പിക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ മതി. ഇനി കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ ഏതായാലും ഇന്നിവിടെ എൻ്റെ പപ്പയും അമ്മയൊന്നും ഇല്ലല്ലോ. അവരെല്ലാവരും ഒരു കല്യാണത്തിന് പോയെന്ന് നീ പറഞ്ഞതല്ലേ. ഇന്നിപ്പം വേറെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിവിടേക്ക് നമ്മുടെ ടീനല്ലേ, ടീനനെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ എനിക്ക് ഇവിടുന്ന് അവിടെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്. എന്ത്, നീ ടീനേനെ ഇങ്ങോട്ട് വിളിച്ചോന്നോ? അതോ അവിടെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട്? രാഹുൽ, നിനക്ക് എന്തിന്റെ കേടാ? നിനക്ക് അവിടെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തൂടെ? എന്തിനാ ഇവിടുന്ന്, അതും എന്റെ മുന്നിന്ന്? ഇത് കുറച്ച് കൂടുതലാ രാഹുൽ. ഇവിടുന്ന് എന്തായാലും പറ്റത്തില്ല. നീ വേറെ എവിടെ നോക്ക്. അഞ്ജലി പ്ലീസ്, എൻ്റെ പൊന്നിലൊന്നും പറയല്ലേ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, ഞാൻ നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നു. അപ്പം നിനക്കും എന്നൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടൂടെ? പോട്ടെ, ചിലപ്പം ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു വില ഉണ്ടാവില്ല. നീ എന്നെ നല്ലൊരു ഫ്രണ്ടായി കാണുമായിരുന്നെങ്കിൽ എന്നിപ്പം സപ്പോർട്ട് ചെയ്തേനെ. ഇതിപ്പം നിനക്ക് ചിലപ്പോൾ എന്നെ വേണ്ടായിരിക്കും. എപ്പോഴും പറയാറുണ്ട് രാഹുലിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷമാണ്. എന്നിട്ടിപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്ന സമയത്ത് അപ്പം നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോയിക്കോളാം. ഞാനായിട്ടിനി ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നീ എന്നെ മനസ്സിലാക്കുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ടീനേനെ അങ്ങോട്ട് വിളിച്ചതും ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ പോട്ടെ, ഞാൻ വേറെ വല്ല വഴിയും വിചാരിച്ചതാ. ഇനിയിപ്പോൾ എന്ത് വഴി ടീനേനെ വിളിച്ചത് ഞാൻ പറഞ്ഞോളാം. അഞ്ജലി എവിടെയും പോയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളാം. എനിക്കിപ്പോൾ എൻ്റെ സന്തോഷം നല്ലത് വലുത്. നടക്കട്ടെ, ഞാൻ പോവാം. രാഹുൽ പ്ലീസ്, നീ പോവല്ലേ. ഐ എം സോറി. ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. പെട്ടെന്ന് എനിക്കെന്താ പറ്റിയെന്ന് അറിയില്ല. നീ പെട്ടെന്ന് ടീനനെ പ്രപ്പോസ് ചെയ്യണം ഇവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഷോക്കായതുകൊണ്ട് പറഞ്ഞതാ. ഇറ്റ്സ് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ടീന ഇവിടെ വന്നോട്ടെ. എനിക്ക് അവളെ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ അന്നത്തെ നടക്കട്ടെ. നിന്റെ ഇഷ്ടം പോലെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏറ്റു അല്ലെങ്കിലും അഞ്ജലിൻ്റെ അടുത്ത് സെൻറ്റിമെൻറ്റ്സ് മാത്രമേ ഏൽക്കൂ. അഞ്ജലി, എന്തെങ്കിലും എനിക്കറിയായിരുന്നു. എന്നെ മനസ്സിലാക്കാൻ നിനക്കേ പറ്റൂ. എന്തായാലും ടീന ചിലപ്പോൾ ഇപ്പോൾ എത്താനായിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവല്ലേ. അപ്പം നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ? കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ബലൂണും അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ. നീ എന്നെ ഹെൽപ്പ് ചെയ്യൂലേ അഞ്ജലി? ഓഹോ, ഇനിയിപ്പോൾ ഡെക്കറേഷനാ വേണ്ടത്? അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. എൻ്റെ പൊന്നഞ്ജലി, നീ ഇങ്ങനെ പഴഞ്ചൻ ആൾക്കാരെ പോലെ സംസാരിക്കല്ലേ. ഫോർ എക്സാമ്പിൾ, ടീനൻ്റെ സ്ഥാനത്ത് നീയാണെന്ന് വിചാരിക്കും. ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അപ്പം ഇവിടെ ഞാൻ കുറച്ച് ബലൂൺ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇവിടെ നിറയെ കുറച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് നിന്ന് നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ നിനക്ക് എന്താ ഫീൽ ചെയ്യാം? നിനക്ക് ഒന്നുമില്ലെങ്കിലും ആ ടൈം നിനക്ക് നല്ല സ്പെഷ്യലായിരിക്കുമല്ലോ. അപ്പോൾ എന്നോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം, ഒരു ഇംപ്രഷനൊക്കെ നിനക്ക് തോന്നൂലേ? അതുപോലെ തന്നെയല്ലേ ടീനയ്ക്കും. കുറച്ച് ഡെക്കറേഷനൊക്കെ ഉള്ള അതിൻ്റെ നടുക്ക് നിന്ന് ഞാൻ ടീനനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾക്കും അതൊരു ഇഷ്ടമാവുമല്ലോ. ശരി, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ നീ ചെയ്യും, നിന്റെ ഇഷ്ടം പോലെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു എൻ്റെ അഞ്ജലിക്കുട്ടിക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. താങ്ക് യു അഞ്ജലിക്കുട്ടി, താങ്ക് യു സോ മച്ച്. എന്നാൽ പിന്നെ ഒട്ടും ടൈം കളയണ്ട. ഒരു 1 hourനുള്ളിൽ ടീന അവിടെ വരും. അപ്പോഴേക്കും നമുക്ക് ഇവിടേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്നാൽ പിന്നെ വേഗം വാ. എന്തോന്നെടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാ? ഇവിടെ ഒരു സാധനം ഇല്ല. അല്ലെങ്കിൽ തന്നെ നീ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പോഴല്ലേ എന്നോട് പറയുന്നേ? നേരത്തെ പറഞ്ഞിരുന്നോ?
എന്തെങ്കിലും ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെക്കാൻ. അതുകൊണ്ട് ഇവിടെ ഒരു സാധനമില്ല. നിനക്ക് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ നീ പോയി നിനക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സോ ബലൂണോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വാ. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാം. അല്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. വേണമെങ്കിൽ വേഗം പോയി വാങ്ങിട്ട് വാ. ഓക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വേഗം പോയി വാങ്ങി വരാം. എന്തായാലും നീ സമ്മതിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രം നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും നീ ചെയ്യണ്ട. എന്തായാലും താങ്ക് യു സോ മച്ച്. നീ എൻ്റെ മുത്താണ് അഞ്ജലി. യു ആർ ദ ബെസ്റ്റ്. രാഹുൽ ഇനി അവിടെ വരുമോ? ഷീസ് ടു ലേറ്റ്. ശരിയാണല്ലോ, അവൾ വരാന്ന് പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും ഇത്ര നേരമായിട്ട് അവൾ വന്നില്ല. ഇനി ചിലപ്പോ അവൾക്ക് എന്നെ ഇഷ്ടമായി കാണില്ല. അല്ലെങ്കിൽ ഇനി ചിലപ്പോ അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് എങ്ങാനും ഉണ്ടാവോ? അതോ ഇനിയിപ്പോ അവളുടെ സ്റ്റാറ്റസിന് ഞാൻ ചേരില്ലെന്നോ മറ്റോ തോന്നിക്കാണോ? ആയിരിക്കുമല്ലേ, ചിലപ്പോൾ അവളുടെ സ്റ്റാറ്റസിന് ഞാൻ ചേരില്ലെന്ന് തോന്നിക്കാണും. ഓ എന്റെ പൊന്നു മണ്ട, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവൾക്ക് തലയ്ക്ക് സുഖമില്ലെങ്കിൽ മാത്രം അവൾ നിന്നെ വേണ്ടെന്ന് വെക്കുള്ളൂ. നിന്നെപ്പോലൊരു ചെക്കനെ ആരെങ്കിലും വേണ്ടെന്ന് പറയോ? നല്ല ഗുഡ് ലുക്കിംഗ് ആണ്, ഹാൻസം ആണ്, നല്ല സ്വഭാവമാണ്. ഇതിൽ കൂടുതലൊരു പെണ്ണിന് എന്താ വേണ്ടേ? ഇത്രയും നല്ലൊരു കെയറിങ് ബോയ് ഫ്രണ്ടിനെ അവൾക്ക് വേറെ എവിടുന്ന് കിട്ടും? അതുകൊണ്ട് ഒരിക്കലും അവൾ നോ എന്ന് പറയില്ല. നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവിടെ വരും. ചിലപ്പോൾ എന്തെങ്കിലും തോക്കപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ലാതെ നിന്നെ ഇഷ്ടപ്പെടാൻ ആർക്കാ പറ്റാത്തത്? എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടും. ആരും നിന്നെ വേണ്ടെന്ന് വെക്കില്ല. നീ അത്ര ബെസ്റ്റ് അല്ലേ? യു ആർ ദ ബെസ്റ്റ് വൺ. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതെന്റെ രാഹുലാണെന്ന്. യു നോ വൺ തിങ്, ശരിക്കും നീയാണ് ബെസ്റ്റ്, ദ ബെസ്റ്റ് പേഴ്സൺ. ഞാൻ ശരിക്കും നിന്നെയായിരുന്നു സ്നേഹിക്കേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചുകൂടി കൂൾ ആൻഡ് ഈസി ആവുമായിരുന്നു. ദ ബെസ്റ്റ് ലവ് സ്റ്റോറി ആവുമായിരുന്നു നമ്മുടേത്. ഫ്രണ്ട്ഷിപ്പ് ടു ലവ്. വാവ്, സൂപ്പർ ആയിരുന്നേനെ. രാഹുൽ, അത് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ, അയ്യോ, എന്റെ തീരെ വന്നു. ഞാൻ പോയി നോക്കട്ടെ. മനസ്സിലായി കാണില്ലല്ലേ? ഇതെന്റെ മമ്മിയാ. മമ്മി എന്റെ കൂടെ എല്ലാ സ്ഥലത്തും വരും. പിന്നെ ഈ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരല്ലേ, അതുകൊണ്ട് എനിക്കിവിടെ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ മമ്മി കൂടെ വന്നതാ. പിന്നെ അത് മാത്രല്ല, ഓൾമോസ്റ്റ് ഞാൻ എവിടെ പോവാണെങ്കിലും എന്റെ മമ്മി എന്റെ കൂടെ വരും. മമ്മി ഞാനും നല്ല ഫ്രണ്ട്സാ. ഹായ് ആന്റി. ആന്റിക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ടീയോ കോഫിയോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുത്താൽ മതിയോ? ചായയും കാപ്പിയൊന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി.
ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വല്ല പാർട്ടിയോ മറ്റോ നടക്കുന്നുണ്ടോ? അല്ല, ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഇനിയിപ്പോ പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ആരും കാണാനൊന്നുമില്ലല്ലോ, ഞങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്. അഞ്ജലി, നീ പറഞ്ഞെടുക്ക്. എന്താ ഈ ഡെക്കറേഷനൊക്കെ എന്തിനാന്ന് പറഞ്ഞെടുക്ക്. ആൻറ്റി ചോദിക്കുന്ന കണ്ടില്ലേ? ഞാനെന്ത് പറയാനാ? അല്ല, ഐ മീൻ ഞാനെന്ത് പറയാനാരാ? ഇതെല്ലാം നിന്റെ ഐഡിയ ആയിരുന്നല്ലോ. അപ്പൊ നീ തന്നെ പറഞ്ഞെടുക്കാൻ എനിക്ക് എന്താ കാര്യം? ആ ശരിയാ, എൻ്റെ തന്നെ ഐഡിയ ആയിരുന്നല്ലോ. ഞാൻ പറയാം. അത് ആക്ച്വലി ആൻറ്റി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അത് ഇന്ന് അഞ്ജലിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ്. ഹാപ്പി ബർത്ത്ഡേ അഞ്ജലി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഞ്ജലി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആണോ? ഹാപ്പി ബർത്ത്ഡേ അഞ്ജലി. എന്ത് പണിയാ രാഹുലെ കാണിച്ച്? ഇതെന്നോട് നേരത്തെ പറയായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അഞ്ജലിക്ക് മേടിച്ചു വരുമായിരുന്നല്ലോ. ഇതിപ്പം ഞാൻ അറിയാതെ പോയില്ലേ. ഓ, ബർത്ത്ഡേ ആണോ? എന്നിട്ടെന്താ ബർത്ത്ഡേ കേക്ക് ഒന്നും കാണുന്നില്ലല്ലോ? അയ്യോ, ശരിയാണല്ലോ, ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞും പോയി. ബർത്ത്ഡേ ആകുമ്പോ കേക്ക് വേണമല്ലോ. ഇവിടെ ആണെങ്കിൽ കേക്ക് ഒന്നുമില്ല. ഇന്നില്ലാത്ത കേക്ക് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാക്കും? ഇനിയിപ്പോ എന്താ പറയാ? ആ, ഐഡിയ. രാഹുൽ, എവിടെയാണ് രാഹുൽ എൻ്റെ ബർത്ത്ഡേ കേക്ക്? എൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് ഇനിയിപ്പോ ഞാൻ സ്വയം എടുത്തോണ്ട് വരണോ? ഈശ്വര, മൂർഖനാണല്ലോ ചവിട്ടിയത്. അത് പിന്നെ അഞ്ജലി, കേക്ക് ഞാൻ വാങ്ങിയിട്ടില്ല. ആക്ച്വലി എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, ഇതെന്താ പാർട്ടി അത്? ഇവിടെ ഞങ്ങളല്ലാതെ എത്ര നേരമായിട്ട് ആരും വന്നിട്ടുമില്ല. ഒരു ബർത്ത്ഡേ കേക്ക് പോലുമില്ല. ഇതെന്തൊരു പാർട്ടി അത്? വെറുതെ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാന്നല്ലാതെ. ടീന, വാ നമുക്ക് പോവാം. അത് പിന്നെ ആൻറ്റി, ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയൊരു പാർട്ടി ഒന്നല്ല. ശരിക്കുള്ള പാർട്ടി ഞങ്ങൾ കോളേജിൽ ചെയ്യുന്നത്. ഇതെനിക്ക് രാഹുൽ ചെറിയൊരു സർപ്രൈസ് തന്നതാ. അല്ലാതെ ആൻറ്റി വിചാരിക്കും പോലെ എല്ലാവരും വിളിച്ചിട്ടുള്ള അത്ര വലിയൊരു പാർട്ടിയല്ല. ഞങ്ങൾ ടീനനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് ആരും കാണാത്തത്. ആ ശരി, ഞങ്ങൾക്ക് എന്തായാലും പോയിട്ട് ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ട് ടീന, വാ നമുക്ക് പോവാം. ആ മമ്മി കാറിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചിട്ട് വരാം. രാഹുൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ തന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? താനോട് സത്യം പറയണം. വൈ നോട്ട്? ടീന എന്തിനാ ഇങ്ങനെ പെർമിഷൻ ഒക്കെ ചോദിക്കുന്നത്? ടീനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാലോ. ഞാൻ ടീനോട് സത്യം മാത്രമേ പറയുള്ളൂ. താൻ ചോദിച്ചോ. രാഹുൽ, ഡു യു ലൈക്ക് മീ? നിനക്ക് ഇഷ്ടമാണോ? എപ്പോഴൊക്കെയോ നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ട്. നിനക്ക് എന്നോടൊരു ഇഷ്ടമുള്ളത് പോലെ, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉള്ള പോലെ. എന്താ, ശരിയാണോ? ഇപ്പൊ തന്നെ ഇവിടെ ഈ ഡെക്കറേഷനൊക്കെ അഞ്ജലിയുടെ ബർത്ത്ഡേക്ക് തന്നെയാണോ? എന്തോ നിങ്ങളുടെ ഈ പണികളൊക്കെ കണ്ടപ്പോ അതാരും ബർത്ത്ഡേ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്താ, എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള വല്ല പ്ലാനും ആണോ? ടീന, തനിക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവ് വല്ലതുണ്ടോ? അത്ര നന്നായിട്ടാണല്ലോ താൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. താൻ പറഞ്ഞത് ശരിയാ. ഇന്ന് അഞ്ജലിന്റെ ബർത്ത്ഡേ അല്ല. തന്നെ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പക്ഷെ താൻ മമ്മീനെയും കൂട്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പെട്ടെന്ന് മമ്മീനെ കണ്ട ഷോക്കില് എന്താ പറയണ്ടേന്ന് അറിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് മൈൻഡിൽ വന്നത് അഞ്ജലിന്റെ ബർത്ത്ഡേ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഇത്രയും താൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ എൻ്റെ ഇഷ്ടം കൺഫസ് ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാം. ടീന, ഐ ലവ് യു സോ മച്ച്.
വിൽ യു മാരി മീ? നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീ ഈ റോസ് വാങ്ങണം.